സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു രോഗത്തിൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് പലപ്പോഴും ആർക്കെങ്കിലും ഉപയോഗപ്രദമാവും, അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ച് മുൻപ് എനിക്കൊരു ഫ്രോസൺ ഷോൾഡറിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് കൈ ഒട്ടും തന്നെ ഉയർത്താൻ പറ്റുന്നില്ല. ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ ഭയങ്കര വേദന. അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ പറ്റുന്നില്ല. അതുകൂടാതെ ഒരു പേന എടുക്കാൻ പോലും കൈകൊണ്ട് കഴിയുന്നില്ല. അത്ര കഠിനമായിട്ടുള്ള വേദന. അതുകൂടാതെ കൈ ഒട്ടും തന്നെ അനക്കാൻ പറ്റാത്തൊരവസ്ഥ. വലത് കൈക്കാണ് ഈ പ്രശ്നം വന്നത്. അപ്പം ഞാനൊന്ന് പേടിച്ചു പോയി. കാരണം ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്, ഒരു പാരലിസിസ് പോലുള്ള അവസ്ഥയാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ ഒരു അസുഖത്തിനും ഞാൻ ഡോക്ടറുടെ അടുത്ത് പോകാറില്ല, ചെക്ക് ചെയ്യാറില്ല. ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാലും ഞാൻ സ്വയം എന്നെ തന്നെ ഞാൻ ചികിത്സിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ സാധാരണയായിട്ട് 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രകൃതി ചികിത്സ, 2 ആയുർവേദം. ഇത് രണ്ടും ഞാൻ സ്വയം എന്നിൽ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ബാക്കി ആർക്കും ചെയ്തു കൊടുക്കാറില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ സ്വയം ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എനിക്കറിയാം ഈ ഫ്രോസൺ ഷോൾഡർ അതേപോലെ തന്നെയുള്ള ഏതൊരു കാര്യം വാദത്തിൻ്റെ വർധനവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരുപാട് വാദം വർദ്ധിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. ഉണ്ടായ ഉടനെ ഞാൻ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു പഴയത്. അത് ഏത് തരം എണ്ണയായാലും കുഴപ്പമില്ല, എണ്ണയായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നല്ലപോലെ അതിനൊന്ന് ചൂടാക്കിയതിന് ശേഷം നല്ലപോലെ ഈ ഷോൾഡറിലും അതേപോലെ തന്നെ കയ്യിലും അതേപോലെ തന്നെ ശരീരം മുഴുവനും അതേപോലെ തന്നെ നെറുകയിലും കാതിലും എല്ലായിടത്തും വെച്ചു. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈ വാദം കൂടിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ വാദത്തെ കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അത് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ആ എണ്ണനെ നല്ലപോലെ ചൂടാക്കണം. ചൂടാക്കിയിട്ട് വേണം ശരീരം മുഴുവൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഏകദേശം ഒരു 50 അല്ലെങ്കിൽ ഒരു 25 ml എണ്ണയെങ്കിലും ഒരു സമയത്ത് വേണ്ടി വരും ശരീരത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഷോൾഡറിലും അതേമാതിരിയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഇരുന്നു. അതിനുശേഷം ചൂടുവെള്ളത്തിൽ മാത്രം കുളിച്ചു. കാരണം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഏതെങ്കിലും വേദന വരുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്. ചൂടുള്ള വെള്ളത്തിൽ വേണം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മാത്രം. ബാക്കിയുള്ള എല്ലാ സമയത്തും തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഈ രോഗാവസ്ഥ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ ചൂടുവെള്ളം നമ്മൾ ഉപയോഗിക്കുക. അപ്പം ആ ചൂടുവെള്ളത്തിൽ കുളിച്ചു. അന്ന് വൈകിട്ടും അങ്ങനെ ചെയ്തു. ഇതേപോലെ തന്നെ അതുകൂടാതെ ഭക്ഷണത്തിൽ ഒരല്പം ചേഞ്ച് ഉണ്ടാക്കി. ഒരു ചെറിയൊരു ഉപവാസം ചെയ്തു ഒരു ദിവസം. അല്പം വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ചു. പിന്നെ കുറച്ച് പഴങ്ങളും അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം കഴിച്ചു. ഒരു ദിവസം കഴിയുമ്പോഴേക്കും ആ വേദന ഒരല്പം കമ്മിയായി. ആ രീതിയിൽ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു മരുന്ന് ഞാൻ ഉള്ളിൽ കഴിച്ചിട്ടില്ല, ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു 4 ദിവസം ആകുമ്പോഴേക്കും ആ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. ഒരു പേന പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. അതുകൂടാതെ കൈക്ക് എത്ര ഭാരം ഉയർത്താനുള്ള ഒരു ശേഷി വന്നു. വെറും 4-5 ദിവസം അത്രയേ എടുത്തുള്ളൂ. അതിൽ കൂടുതൽ ദിവസം എടുത്തിട്ടില്ല. അപ്പം ഇത്ര ഭയാനകമായിട്ടുള്ള രോഗം, അതായത് നമുക്ക് കിടക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരവസ്ഥ. കാരണം എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വേദനയായിരിക്കും. അത്ര അധികം വേദനയായിരിക്കും ആ ഷോൾഡറിന്. അതുകൂടാതെ അത്ര അധികം ബലക്ഷയം, ഒരു പേന പോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഇത്തരം രോഗങ്ങൾ വരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ പ്രകൃതി ജീവനം പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ലഘുവായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് ഒരുപാട് ഉപകാരം ചെയ്യും, വളരെയധികം ഉപകാരം ചെയ്യും. അപ്പോൾ 4 ദിവസം കൊണ്ട് ഞാൻ ഇതേ രീതിയിൽ റിക്കവറായി. അതേപോലെ തന്നെ അതിന് മുൻപ് എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, സിയാറ്റിക്ക എന്ന് പറഞ്ഞ പ്രശ്നം. അതൊരു 4 വർഷങ്ങൾ മുൻപായിരുന്നു. അതൊരു സ്ഥലത്ത് പോയതിന് ശേഷം അവിടെ നമ്മളുടെ ആ സാഹചര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് അത് ഒരുപാട് കോൺസ്റ്റിപ്പേഷന് കാരണമാകും. അതുമൂലം എനിക്ക് ആ വേദന വരികയും ചെയ്തു. അപ്പം ആ സമയത്ത് എന്താ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഒരു സൈഡ്, അതായത് റൈറ്റ് സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾക്ക് വേദനയായിരിക്കും. നമ്മൾക്ക് എണിക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, വളരെ പെട്ടെന്ന് ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര വേദനയായിരിക്കും ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത്. അത്രയധികം വേദനയാണ്. ആ സിയാറ്റിക്ക എന്ന് പറയുന്ന ആ പ്രശ്നത്തിനെ അതിനെയും ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തത്. ചൂടുള്ള എണ്ണ നല്ലപോലെ ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം ചെറിയ ഉപവാസ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കും. വയറിനെ നല്ലപോലെ പുറത്തു പോകുന്ന രീതിയിൽ ഫൈബറുള്ള ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കും. ആ രീതിയിൽ കഴിച്ചതിന് ശേഷം അതേപോലെ തന്നെ ചൂടുള്ള വെള്ളം, ചൂടുള്ള ചൂടുള്ള എണ്ണ തേച്ചതിന് ശേഷം 1 മണിക്കൂർ ഇരുന്നതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുടിക്കും. ഇങ്ങനെ ഈ ആയുർവേദവും അതേപോലെ തന്നെ പ്രകൃതി ജീവനും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഏകദേശം 1 മാസം എനിക്ക് വേണ്ടി വന്നു ആ വേദന പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഈ ഫ്രോസൺ ഷോൾഡർ ഒരു 5 ദിവസം ഇത്ര ഉണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രകൃതി ജീവനം ആയുർവേദത്തിൻ്റെ ചെറിയ പ്രിൻസിപ്പിളെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ സ്വന്തം ഡോക്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഓരോരുത്തരും സ്വന്തം ഡോക്ടറാവണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ പോലും ഡോക്ടറെ ഓടി നടക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ചെറിയൊരു ലൂസ് മോഷൻ വന്നു,
ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടാവണം. നമ്മൾ പ്രകൃതിയിൽ കണ്ടിട്ടില്ല എത്രയോ ജീവജാലങ്ങളുണ്ട്, അവർക്കൊന്നും ആശുപത്രി ഡോക്ടറൊന്നുമില്ല. അവർക്ക് ഏത് രോഗം വന്നു കഴിഞ്ഞാലും അവർ സ്വയം അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ശരിയാവുന്നു. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും സ്വന്തം ഡോക്ടറാവണം. അതിനുള്ള വഴി എന്ന് പറയുന്നത് പ്രകൃതി ജീവനം പഠിക്കുക, അതേപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ചെറിയ ചെറിയ പ്രിൻസിപ്പിളെല്ലാം പഠിച്ചു വയ്ക്കുക. വളരെ ഉപകാരം ചെയ്യും, വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ, ധനനഷ്ടമോ ജീവൻ്റെ നഷ്ടമോ അതുകൂടാതെ ബാക്കിയുള്ള പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.